ഗസയിൽ അന്താരാഷ്ട്ര സേന വിന്യസിക്കാനുള്ള കരട് പ്രമേയത്തിന് ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. എതിരില്ലാത്ത 13 വോട്ടുകൾക്കാണ് കരട് പ്രമേയം പാസ്സായത്. വോട്ടെടുപ്പിൽ നിന്ന് റഷ്യയും ചൈനയും വിട്ടുനിന്നു. ഈ പ്രമേയം അധിനിവേശ പലസ്തീൻ പ്രദേശത്ത് അമേരിക്ക നടത്തുന്ന അനിയന്ത്രിതമായ നീക്കങ്ങൾക്ക് ഒരു മറയായി മാറുമോ എന്ന ആശങ്കയും റഷ്യ മറച്ചുവെച്ചില്ല. ഗസയെ വിഭജിച്ച് ഇസ്രായേലി അന്താരാഷ്ട്ര സൈനിക നിയന്ത്രണത്തിലുള്ള ഗ്രീൻ സോൺ നിർമ്മിക്കാനുള്ള വൻ സൈനിക പദ്ധതിക്കാണ് US കോപ്പ് കൂട്ടുന്നതെന്ന ആരോപണങ്ങളെ ശരിവെക്കുന്നതാണ് റഷ്യൻ ആശങ്ക. ഫലസ്തീനികൾ ഗസയുടെ പകുതിയിൽ താഴെ മാത്രം വിസ്തീർണമുള്ള റെഡ് സോണിലേക്ക് പൂർണ്ണമായി ഒതുക്കപ്പെടും. ഗ്രീൻ സോണിനും റെഡ് സോണിനും ഇടയിലെ ഇടനാഴിയിൽ, അതായത് യെല്ലോ സോണിൽ, ഇസ്രായേൽ സൈന്യവും അന്താരാഷ്ട്ര സേനയും നിലയുറപ്പിക്കും. ഗസയെ വിഭജിക്കാനുള്ള ദീർഘകാല പദ്ധതിയാണിതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആദ്യം നിശ്ചിത സൈനികരെ പരിമിത പ്രദേശത്ത് വിന്യസിക്കാനും പിന്നീട് 20,000 പേരുടെ പൂർണ്ണ ശക്തിയിലേക്ക് പ്രദേശം മുഴുവൻ വ്യാപിപ്പിക്കാനുമാണ് US പദ്ധതി. യെല്ലോ ലൈനിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് സൈനിക സാന്നിധ്യം ഉണ്ടാകില്ല. പക്ഷേ യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്ന വിസ്തൃതിയുടെ പകുതിയിലേക്ക് ഫലസ്തീനികളുടെ താമസ ഭാഗം ചുരുങ്ങും. അവിടുത്തെ പുനർനിർമ്മാണത്തിന് വ്യക്തമായ പദ്ധതിയുമില്ല. സഹായ വസ്തുക്കളുടെയും പുനർനിർമ്മാണത്തിനുള്ള വസ്തുക്കളുടെയും സ്വതന്ത്രമായ ഒഴുക്കും ഉറപ്പു നൽകുന്നില്ല. റഫേലെ ഇസ്രായേൽ സൈന്യത്തിന്റെ നിരീക്ഷണം കടന്നു വേണം ട്രക്കുകൾക്ക് ഗസയിൽ പ്രവേശിക്കാൻ. അതിർത്തി സുരക്ഷിതമാക്കുന്നതിനും ഗസയിലെ സൈനികവൽക്കരണം അവസാനിപ്പിക്കുന്നതിനും സാധാരണക്കാരെ സംരക്ഷിക്കുന്നതിനും പുതുതായി പരിശീലനം ലഭിച്ച ഫലസ്തീൻ പോലീസിനൊപ്പം ഇസ്രായേലും ഈജിപ്തും ചേർന്ന് പ്രവർത്തിക്കുമെന്നാണ് കരട് പ്രമേയം പറയുന്നത്. ഈ സേന ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക സമാധാന സേന ആയിരിക്കില്ല. പ്രമേയം അംഗീകരിക്കപ്പെട്ടതിനെ പ്രശംസിച്ച് ഫലസ്തീൻ അതോറിറ്റി രംഗത്തെത്തി. അമേരിക്കയുടെ പദ്ധതി ഗസ മുനമ്പിൽ സ്ഥിരവും സമഗ്രവുമായ വെടിനിർത്തൽ, മാനുഷ്യ സഹായം തടസ്സമില്ലാതെ ലഭിക്കൽ, ഫലസ്തീൻ ജനതയുടെ സ്വയം നിർണയാവകാശം, അവരുടെ സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കൽ എന്നിവയെ സ്ഥിരീകരിക്കുന്നതാണെന്ന് ഫലസ്തീൻ അതോറിറ്റി പ്രസ്താവിച്ചു. അതേസമയം ഗസയിൽ വിദേശ സൈനികരുടെ സാന്നിധ്യം നിരസിക്കുന്നുവെന്നും ഇസ്രായേൽ അധിനിവേശത്തിന് പകരം വിദേശ രക്ഷാകർതൃത്വമാണ് ഇതുണ്ടാക്കുന്നതെന്നുമാണ് ഹമാസിന്റെ പ്രതികരണം. UN പ്രമേയം ഫലസ്തീൻ ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ല. ഗസയിലെ ചെറുത്തുനിൽപ്പ് ഗ്രൂപ്പുകളെ നിരായുധീകരിക്കാൻ ഒരു അന്താരാഷ്ട്ര സേനയെ നിയോഗിക്കുന്നത് അതിന്റെ നിഷ്പക്ഷത ഇല്ലാതാക്കും. മാത്രമല്ല, അധിനിവേശത്തിന് അനുകൂലമായി സംഘർഷത്തിൽ ഒരു കക്ഷിയാകുകയും ചെയ്യുമെന്നും ഹമാസ് വ്യക്തമാക്കി. അന്താരാഷ്ട്ര സേന രൂപവൽക്കരിക്കുകയാണെങ്കിൽ ഇതിൽ ഇസ്രായേൽ ഉണ്ടാകരുതെന്നും UN നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കണമെന്നും ഹമാസ് ആവശ്യപ്പെടുന്നുണ്ട്. ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാനുള്ള ഏതൊരു ശ്രമത്തെയും എതിർക്കുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ഫലസ്തീൻ രാഷ്ട്രം രൂപവൽക്കരിക്കുന്നത് ഹമാസിനുള്ള സമ്മാനമാകുമെന്നും ഇസ്രായേൽ അതിർത്തിയിൽ കൂടുതൽ വിശാലമായ ഹമാസ് ഭരണത്തിനാണ് ഇത് വഴിയൊരുക്കുകയെന്നുമാണ് നെതന്യാഹുവിന്റെ നിലപാട്. എന്നാൽ ഗസ വെടിനിർത്തൽ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനാണ് US ശ്രമിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ നെതന്യാഹുവിന് അന്താരാഷ്ട്ര സമ്മർദ്ദവുമുണ്ട്.